മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ BJP വിയർക്കുന്നു, BJP പതറുന്നു, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് BJP ഹിന്ദി ഹൃദയഭൂമിയിൽ ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു. ഇതിനകത്ത് വല്ല കഴമ്പോട്ടോ? അതിലെനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ആ വാർത്ത ഇന്ന് പല പത്രങ്ങളുടെയും ലീഡാണ് ഞാൻ കണ്ടത്. അത് ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയമായി എല്ലാവരും വായിച്ചതുമാണ്, ശ്രദ്ധിച്ചതുമാണ്. പക്ഷേ നമ്മുടെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും അല്ലല്ലോ പിന്നീട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭൂമിക, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലങ്ങൾ മാറി മാറി തെരഞ്ഞെടുപ്പിൻ്റെ ദേശങ്ങൾ മാറിപ്പോകുന്നതിനനുസരിച്ച് വിഷയങ്ങളും അപ്പോൾ BJPയുടെ മാസ് ക്യാമ്പയിനറായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയൊക്കെ വാക്ക്, ടോണ്, സബ്ജക്റ്റ്, ആംഗിള്, റേഞ്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ കാണാത്തത് കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം BJP പതറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി, അല്ലെങ്കിൽ BJPക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ പ്രസംഗം തൊട്ടുള്ള കാര്യങ്ങൾ. അവിടെ മുതലാണ് ഈ നരേന്ദ്രമോദി ഇതാ തോൽക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ പ്രസംഗം തൊട്ടാണ്. മാത്രമല്ല അദ്ദേഹം കടുത്ത മുസ്ലിം വിരുദ്ധത ഇപ്പോൾ പുറത്തെടുക്കുന്നു എന്നാ. മുസ്ലിം വിരുദ്ധതയും ഹിന്ദുത്വ രാഷ്ട്രീയവും പുറത്തെടുത്ത് തന്നെയാണ്. അതെ. അല്ല സാർ, ഞാനും ചോദിക്കട്ടെ. BJP ക്യാമ്പയിൻ ചെയ്യുന്ന എൻ്റെ നിരീക്ഷണത്തിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് വികസനം. ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞടുത്തൊക്കെ അവസാനത്തെ 5 മിനിറ്റാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ്. പിന്നീട് അദ്ദേഹം വികസനം തന്നെയാണ് തൻ്റെ 10 വർഷക്കാലത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് BJP വികസനം പറയുന്നുണ്ട്, തീവ്ര ദേശീയത പറയുന്നുണ്ട്, പിന്നെ മുസ്ലിം വിരുദ്ധതയെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും BJPയെ സംബന്ധിച്ച് BJPക്ക് വോട്ട് ചെയ്ത ആരൊക്കെയാണ്? BJPക്കാരുണ്ട്, BJP അനുഭാവികളുണ്ട്, മുസ്ലിം വിരുദ്ധരുണ്ട്. BJP പരസ്യമായി ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന, ഏറ്റുപിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് തങ്ങളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അപ്പോൾ BJP അതല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ആദ്യത്തെ ഘട്ടം തെക്കേ ഇന്ത്യയായിരുന്നു. തെക്കേ ഇന്ത്യയിൽ BJPക്ക് ഈ പറയുന്ന വലിയ മണ്ണുള്ള സ്ഥലമല്ല. BJP പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ. പ്രതീക്ഷയും അവിടെ എടുക്കേണ്ട രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ അതിവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് BJPയുടെ അതേ ചിന്താധാരയുള്ള ആളുകൾ, അല്ലെങ്കിൽ BJPക്ക് വളക്കൂറുള്ള മണ്ണിൽ BJP പറയേണ്ടത്, ഇടേണ്ട വിത്ത് ഇത് തന്നെയാണ്, അല്ലേ? അതവിടെ പറയുന്നു. അതെ. അതിൽ ഒന്നാമത്തെ കാര്യം, BJP എന്താണ് എന്ന് ധരിച്ചു വെച്ചവർ അത് മറന്നു പോവുകയോ, അല്ലെങ്കിൽ BJP ഇപ്പോൾ പൊടുന്നനെ ഒരു പുതിയ രാഷ്ട്രീയം പറയുന്നു എന്ന് ധരിക്കുകയോ ചെയ്യുന്നവർക്കാണ് തെറ്റുപറ്റുന്നത്. BJP എന്താണെന്ന് അവർ മനസ്സിലാക്കാത്തതിൻ്റെയോ BJP എന്തല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെയോ ഒക്കെ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ സാറ് പറഞ്ഞ 2 കാര്യങ്ങളിൽ അവസാനത്തെ 2 എണ്ണമാണ് BJP. ഇപ്പോൾ വികസനം ആർക്കും പറയാം. കോൺഗ്രസ് 60 കൊല്ലം ഭരിച്ച കാലത്ത് എന്ത് ചെയ്തു എന്ന് അവർക്ക് പറയാം. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ആളുകൾക്ക് വിലയിരുത്താം. 10 വർഷം കൊണ്ട് മോദി ചെയ്ത വികസന കാര്യങ്ങൾ പറയാം. അപ്പോൾ വികസനം എന്ന അജണ്ട വേണമെങ്കിൽ ഇന്ത്യ ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയാണെന്ന് പറയാം. പക്ഷേ അവസാന 2 എണ്ണം തീവ്ര ദേശീയത, 2 വേറൊന്ന് മുസ്ലിം വിരുദ്ധത. ആരാണ് മോദിയെ തെറ്റിദ്ധരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഒരു അടിസ്ഥാന രാഷ്ട്രീയം തന്നെയാണ്. അല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം BJPയിൽ നിന്നും മൈനസ് ചെയ്താൽ BJP കോൺഗ്രസ് യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ BJPയെ BJP ആയി മനസ്സിലാക്കാൻ, അങ്ങനെയുണ്ടല്ലോ, BJP ആയി മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മീഡിയയും നമ്മുടെ പൊതുവെ രാഷ്ട്രീയ രംഗവും സ്വീകരിക്കേണ്ട ഒരു കാര്യം. അതിന് പകരം BJP എന്താണെന്ന് അവർ പറയുന്നുവോ അതല്ല എന്ന് ധരിക്കുകയും, എന്നിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് എന്ന് അവർ വെട്ടി തുറന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ തോൽക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ കാലത്തല്ലല്ലോ തോറ്റത്. ഇത് പറഞ്ഞാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ LK അദ്വാനി തൊട്ട് വാജ്പേയി അധികാരത്തിൽ എത്തിച്ചത് തീവ്ര ഹിന്ദുത്വവും തീവ്ര ദേശീയതയും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ കാലം പോയി ഇപ്പോൾ മോദിയുടെ കാലം വന്നപ്പോൾ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി ഉണ്ട്. ആ
മോദിക്ക് പറയാൻ വികസനം എന്നൊരു പുതിയ അജണ്ട കൂടിയുണ്ട്. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയപ്പോൾ ഗുജറാത്തിൻ്റെ വികസനം പറഞ്ഞു. അവിടെ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ വർഗീയ കലാപത്തിൽ പക്ഷം ചേർന്നു ഒക്കെയുള്ള ആരോപണം ഉള്ളപ്പോഴും അതിനെ മറികടക്കാൻ ഒരു വികസിത ഗുജറാത്തിനെ അദ്ദേഹം കാണിക്കാൻ പറ്റി. ഈ ഡൽഹിയിലേക്ക് വന്നു, 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു. തീർച്ചയായിട്ടും ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്തു കൂട്ടിയ വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുണ്ട്, പറയാൻ ഒരു പിടി ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ അജണ്ട ഉണ്ട്. അപ്പോൾ ഈ 3 അജണ്ടകൾ തന്നെയാണ് പ്രധാനം. ഈ 3 അജണ്ടകളിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യത്തെ ഒന്നേ പറഞ്ഞുള്ളൂ. അതെ, അടുത്ത 2 അജണ്ടകൾ അല്ല, ബാക്കി 2 പറയാൻ പറ്റിയ മണ്ണല്ല സൗത്ത് ഇന്ത്യ. അതെ, അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ? അപ്പോൾ യഥാർത്ഥ പറയേണ്ടടുത്ത് നമ്മൾ കൃത്യമായി അസ്ത്രം എയ്യേണ്ടടുത്ത് ചെയ്യുക എന്നുള്ളതല്ലേ? അതെ, പറയാൻ, അതായത് മണ്ണ് മനസ്സിലാക്കി അതെ വിത്തിടുക എന്ന് പറയുന്ന പോലെ, വേദി അറിഞ്ഞ് പേശുക എന്ന് പറയുന്നത് ചെയ്ത പണി അതാണ്. അത് ഏതൊരു നല്ല ക്യാമ്പയിനറുടെയും ഏതൊരു നല്ല ഭരണാധികാരിയുടെയും സൂത്രമാണ്, സ്ട്രാറ്റജിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് BJP ഇങ്ങനെയൊന്നും അല്ല. BJP ഹിന്ദുത്വം പറയാൻ പാടില്ല. സാറ് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒന്ന്, അതിപ്പോൾ ഒരു തീവ്ര ദേശീയതയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ദേശത്തെ മഹാഭൂരിപക്ഷത്തിൻ്റെ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം വോട്ടാക്കി മാറ്റുകയും അതുവഴി ആ ജനതയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ ക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ബാക്കി ജനങ്ങളുടെയൊക്കെ പൗരാവകാശം കൂടി പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് BJPയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ വോട്ട് ഉറപ്പിക്കലാണ് അധികാരം ഉറപ്പിക്കാനുള്ള വഴി. അത് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതെ, മാത്രമല്ല ഇപ്പോൾ ചോദിക്കുന്ന ഈ ഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രധാനമന്ത്രി എല്ലാവരുടെയും കൂടിയല്ലേ? പ്രധാനമന്ത്രി എല്ലാവരുടെയും കൂടിയാണ്. പക്ഷെ പ്രധാനമന്ത്രിക്ക് എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല. ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹം ഈ പറയുന്ന നാഷണലിസ്റ്റ് ഹിന്ദുത്വ അജണ്ടയെ പ്രപ്പോസ് ചെയ്യുന്ന ആളുകളുടെ വോട്ടാണ് കിട്ടുന്നത്. ഈ ചോദ്യം വളരെ അപ്രസക്തമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു നേതാവും ഒരു പാർട്ടിയുടെ നേതാവും തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് തൻ്റെ യഥാർത്ഥ ശക്തി എന്ന് തിരിച്ചറിയുകയും അവരെ ശക്തിപ്പെടുത്തി അവരെ വൈകാരികമായി തന്നെ കൂടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് തൊട്ട് ആ അജണ്ട പ്രസക്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ, നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശപ്പെടാനും അവരുടെ ആനുകൂല്യങ്ങളും ഉണ്ടാകും. ആരെയും മാറ്റി നിർത്തുന്ന എന്തെങ്കിലും ഇപ്പോൾ മാറ്റി നിർത്താൻ പാടില്ലാത്തതാണ്. മാറ്റി നിർത്തുകയില്ല എന്ന് അദ്ദേഹത്തിന് പറയാം. അപ്പോഴും തനിക്ക് വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുമ്പോൾ തൻ്റെ അനുയായികൾക്കും തൻ്റെ പ്രകടന പത്രികയിലും പറഞ്ഞ വാഗ്ദാനങ്ങളും പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് ആർക്കെതിരെ? തീർച്ചയായിട്ടും ആ ക്യാമ്പയിനിൽ ഇപ്പോൾ അദ്ദേഹം രാമക്ഷേത്രം നിർമ്മാണം പറഞ്ഞു, വാഗ്ദാനം ചെയ്തു. ആരോടാണ് വാഗ്ദാനം ചെയ്തത്? രാമക്ഷേത്രത്തിന്റെ ഭക്തന്മാരായ ഇന്ത്യയിലെ ഹിന്ദുക്കൾ സ്വന്തം വോട്ടർമാർക്ക് കൊടുത്ത വാഗ്ദാനം അദ്ദേഹം പാലിച്ചു. അത് മോശമെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ എന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് എതിരാണ്, അതിനുശേഷം എതിരായിരിക്കും. 2, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അദ്ദേഹം ഈ വാക്ക് പാലിക്കുമ്പോഴും അത് എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, അവരെ സംബന്ധിച്ച് മോദി എന്നും അവരുടെ ശത്രുവാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് എപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയേണ്ടത്, തെരഞ്ഞെടുപ്പിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആരാ? തന്നെ സംരക്ഷിക്കും, തൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള അനുയായികളാണ്. അവരുടെ സെന്റിമെന്റ്സ് തീർച്ചയായിട്ടും പരിഗണിക്കും, അത് പാലിക്കുകയും ചെയ്യും. അല്ല, അതല്ലേ മോദി ഇപ്പോൾ ചെയ്യുന്നത്? അതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നറിയോ സാറേ, കേരളത്തിലെ കേരളത്തിൻ്റെ പൊതുജനം, കേരളത്തിൻ്റെ ഒരു ബോധം എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ, ആ ബോധത്തിൻ്റെ ഒരു അപകടം ഉണ്ട്. ആ അപകടം എന്ന് പറഞ്ഞാൽ ആർക്ക് അപകടം? ഭരണകൂടങ്ങൾക്കൊക്കെ അത് ബാധകമാണ്. പണ്ടത്തെ കാലം വളരെ പ്രധാനമാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലോ അജ്മീറിലോ പോയി നടത്തുന്ന ഒരു പ്രസംഗം പിറ്റേന്ന് അലീഗഡിൽ വന്ന് സംസാരിക്കുമ്പോൾ അലീഗഡിൻ്റെ സെൻറ്റിമെൻറ്റ്സ് തീർച്ചയായിട്ടും പറയാനുണ്ടാവും. അലീഗഡിൽ വരുമ്പോൾ അവിടുത്തെ വോട്ടർമാരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, ആ പ്രദേശത്തെങ്കിലും, ആ പൊതുയോഗ സ്ഥലത്ത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചത്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത സൂഫി സമ്മേളനം നടത്തിയത്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അത് അവിടെ പറയുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ നടത്തുന്ന ഈ പ്രസംഗം, സാധാരണ മലയാളിയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ ഒരുമിച്ച് കേൾക്കും, അല്ല ഇത് വൈരുദ്ധ്യമായിട്ട് വായിക്കും. മോദി ഇതും പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ തരാതരം പോലെ അവസരവാദമല്ലേ എന്ന് വായിക്കുന്ന, ഇത് മുഴുവൻ കാണുന്ന ഒരു മലയാളിയുടെ സ്വഭാവമുണ്ട്. പക്ഷേ മോദിക്ക് ഇതൊന്നും അറിയായികയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് മോദിക്ക് ഇന്ത്യയിലെ ഡെമോഗ്രാഫിക്കായിട്ട് ജനസംഖ്യാനുപാതികമായി ഇപ്പോൾ രാജസ്ഥാനിൽ സംസാരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നത് ഒരു 5000 പേരാണെങ്കിൽ ആ 5000 പേരിൽ എത്ര ശതമാനം പേര്
ഞാൻ നാളെ നടത്താൻ പോകുന്ന പ്രസംഗം കൂടി ഫോളോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയും കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അവിടെ സംസാരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തെ വളരെ വളരെ വൈകാരികമായി നെഞ്ചേറ്റിയ മനുഷ്യരാവും. അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ നയം. പിറ്റേന്ന് അലീഗഡിൽ പറയേണ്ടത് അവിടെ പറയുന്നു. ഇതെല്ലാം ഒരുമിച്ച് കേട്ടുകൊണ്ട് ഈ വിലയിരുത്തുന്ന, എന്നിട്ട് അവിടെ പറഞ്ഞതും ഇതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നവരല്ല അദ്ദേഹത്തിന് മുമ്പിലുള്ള വോട്ടർമാർ. അല്ല, നമ്മുടെ ഈ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മുടെ പത്രങ്ങൾ മോദിക്ക് ക്ഷീണമാണെന്ന് പറയുന്നുണ്ട്. ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി. പണ്ടൊക്കെ ആയിരുന്നു ശതമാനം കൂടിയാൽ ശതമാനം കുറഞ്ഞാൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. ഇന്ന് മലയാളത്തിലൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ മോദി വിയർക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുടെ അവസാനത്തെ അതിൽ പറയുന്നത് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു, കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ ഒരു വരിയുണ്ട്, ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണെന്നുള്ള തോന്നലുണ്ടായത് വോട്ടർമാരെ ബൂത്തുകളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് അവസാന വരിയുണ്ട്. അതല്ലേ ഒന്നാമത്തെ ജയം ഉറപ്പിച്ചു എന്നർത്ഥം. അതല്ലേ ഒന്നാമത്തെ വരി. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇപ്പോൾ പൊതുവിൽ ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നൊരു തോന്നലുണ്ടായിട്ടില്ലേ തെരഞ്ഞെടുപ്പ്? ഉണ്ട്. അതുകൂടി ഈ പോളിംഗിന്റെ പെർസെന്റേജിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതെ, അതെങ്ങനെയാണ് ലേഖകൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു വരിയാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ പതറുന്നു എന്നല്ല, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊന്നുമല്ല അതിനർത്ഥം. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ മോദിയുടെ ഈ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മോദി പതറുന്നു എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഒരു പക്ഷേ മോദി മുന്നോട്ട് വെച്ച ഇപ്പോൾ 400 സീറ്റിന് അധികാരത്തിൽ വരുമെന്ന് പറയുന്ന, ഇപ്പോൾ ഏത് ഭരണകൂടവും മാക്സിമമാണ് അവകാശപ്പെടുക, അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരും. അപ്പോഴും മോദിയെ തോൽപ്പിക്കാനുള്ള യാതൊരു ഫാക്ടറും ഇപ്പോഴും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ കാഴ്ചകളിലില്ല. പിന്നെ മോദി പതറുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ചെയ്ത ഏതെങ്കിലും സീറ്റുകളിൽ ഉറപ്പായും അതായത് മോദി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ട, അല്ലെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ ക്യാമ്പയിനാണ്. 400 എന്നുള്ള നിരന്തരം പറഞ്ഞ് 400 സീറ്റ് കിട്ടാൻ പോവുകയാണെന്നുള്ള ടെമ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മീഡിയ 1 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലെയും ചർച്ചകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ പറയുന്നത് 400 കിട്ടാൻ പോകുന്നില്ല, ചിലപ്പോൾ ഒരു 320 കിട്ടുമായിരിക്കും. അത് വെച്ചിട്ടാണ് ചിലപ്പോൾ ഒരു 320 വരെ. എനിക്ക് തോന്നുന്ന 400, 370 എന്ന് പറയുന്ന നമ്പർ ഒരു ന്യൂമറിക്കൽ ഒരു റെപ്പിറ്റീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ. നരേന്ദ്രമോദി എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. BJPക്ക് ഒറ്റക്ക് 370, മുന്നണിക്ക് NDA മുന്നണിക്ക് 400. ഇതിനകത്തൊരു വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി കിടക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ 370 പിടിക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്ക് തന്നെ 370 നേടുമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 അതൊക്കെ വൈകാരികമായി ബന്ധിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ ഒരു സാമർഥ്യമാണ്. ആക്ച്വലി എന്താണെന്നറിയാം മനസ്സിൽ, അതെല്ലാവർക്കും അറിയാം. 370 എന്ന് പറയുന്നത് അദ്ദേഹം കാണുന്നത് 362 എന്ന് പറയുന്ന ഒരു നമ്പറിലാണ് എത്തേണ്ടത്. ടാർജറ്റ് അതാണ്, ആക്ച്വൽ ടാർജറ്റ്. 362 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 3/2 543ൻ്റെ 3/2. ഇന്ത്യൻ പാർലമെൻറ്റിൽ 3/2 തിരഞ്ഞെടുക്കപ്പെട്ട ഈ ലോക്സഭയിൽ 362 സീറ്റ് കിട്ടിയാൽ ഏത് അടിസ്ഥാന ഭരണപരിഷ്കാരവും ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ വരുത്താൻ പറ്റും. അങ്ങനെ സ്വയം നിർണയാവകാശമുള്ള ഒരു ഭരണകൂടമായി തൻ്റെ നേതൃത്വത്തിലുള്ള 3ാം ഗവൺമെൻറ് വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസമാണ് ഈ 370 നമ്മൾ വായിച്ചെടുക്കേണ്ടത്, 370, 400 ഇതിൽ ഇന്ത്യക്കാരൻ്റെ ആശങ്ക ഒരർത്ഥമില്ല. എനിക്കതിലൊരു ആശങ്കയില്ല. ഇങ്ങനെ ഇതിനെ കാണേണ്ടതുള്ളൂ. ഒന്ന്, ഹിന്ദു ക്ഷേമം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഹിന്ദുത്വ ശക്തിയുടെ നേതാവാണ് നരേന്ദ്രമോദി. ഹിന്ദുവിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകമായൊരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ആരാണ് ഈ ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദുവിൻ്റെ താല്പര്യങ്ങളെയും ഹനിക്കുന്ന ശക്തി എന്ന് പറയേണ്ടി വരും. അതിൽ ഒന്നാമത്തെ ന്യൂനപക്ഷമായ പല കാരണങ്ങളാൽ ദീർഘകാലം ഇവിടെ ഭരിക്കുകയും പലതരത്തിലുള്ള അക്രമികളായ ശക്തികൾ വന്ന് ഈ രാജ്യത്തെ കീഴടക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമുള്ള, മാത്രമല്ല വിഭജനത്തിൻ്റെ, രാജ്യം തന്നെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിച്ചു പോയ ഒരു പാരമ്പര്യമുള്ള, ഏതർത്ഥത്തിലും മുസ്ലിമിനെ ഒരു ഹിന്ദു ദേശീയതയുടെ ശത്രുപക്ഷത്ത് നിർത്താൻ ഉള്ള സ്കോപ്പ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലുണ്ട്. അത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ BJP. അതുകൊണ്ട് BJP മുസ്ലിം വിരുദ്ധരാണ്, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കം BJPക്ക് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. എന്നിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. 303 സീറ്റുമായി അദ്ദേഹം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ സംയമനത്തോടെ, ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അതാണ്,
നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ ഞാൻ ആദരിക്കുന്നു. 2, തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ എൻ്റെ പ്രധാനമന്ത്രി എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ലോകം മുഴുവൻ അത് അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് വിചാരിക്കുന്ന മനസ്സ് ജനാധിപത്യപരമല്ല. ഇനി വേറെ ഒരൊറ്റ ആശങ്കയുള്ളൂ, ഞങ്ങളെ എന്തപ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെ ഹിന്ദു വിരുദ്ധമായ പ്രചാരണം നടത്തിയാണ് ഇന്നോളം വന്നത്. ഇനിയും അത് തന്നെ നടത്തിയിട്ട് മുസ്ലിം വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ പ്രചാര വേലയിൽ പക്ഷേ ഒരു കാര്യം, മുസ്ലിം വിരുദ്ധമല്ലല്ലോ. മുസ്ലിങ്ങൾ ഈ നാട് വിട്ടു പോകണമെന്നോ ഒന്നും മോദി പറയുന്നില്ല. മോദിയുടെ 10 വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവകാശവും എടുത്തു കളഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകൾ എല്ലാം കൂട്ടിയിട്ടേ ഉള്ളൂ. ഹജ്ജിന്റെ കോട്ട പോലും കൂട്ടിയിട്ടുണ്ട്. ഒരു കാരണം ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പോൾ മുസ്ലിം വിരുദ്ധമല്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ 1ാം കിട പൗരന്മാരാവുന്നു, ഹിന്ദുക്കൾ 2ാം കിട പൗരന്മാരാവുന്നു എന്നുള്ള ഒരു പരിഭ്രാന്തി ഹിന്ദു സമുദായത്തിലുണ്ട്. അതിന് പരിഹാരം കാണണം എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അതെ, സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ പരിഭ്രാന്തിയുടെ പ്രശ്നം, പരിഭ്രാന്തി അകറ്റുക എന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത്. എല്ലാ വിഭാഗത്തിൻ്റെയും ഹിന്ദുവിൻ്റെ പരിഭ്രാന്തി അകറ്റേണ്ടതുണ്ട്. അങ്ങനെ വല്ല പരിഭ്രാന്തിയാണ്. ആ പരിഭ്രാന്തി എന്ന് വെച്ചാൽ ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയതുമാണ്. ഇത് ഉണ്ടാക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഇപ്പോൾ ഭീതി പരത്തുന്നതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്ന ഭീതി പരത്തുന്നത് നരേന്ദ്രമോദിയേക്കാൾ ആരാണ്? നരേന്ദ്രമോദിയുടെ മറുപക്ഷത്ത് നിൽക്കുന്നവരുമാണ്. അല്ലെങ്കിൽ ഈ ഇരകളുടെ ഒരു വാദം ഉയർത്തുന്നവരുടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങയുടെ ശ്രദ്ധ അധ്യാപകനായിരുന്നല്ലോ മാഷ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഒരു മുസ്ലിം കുട്ടിയും ഒരു ഹിന്ദു കുട്ടിയും വിദ്യാഭ്യാസ ആനുകൂല്യം വരുമ്പോൾ ആ മുസ്ലിം കുട്ടിയുടെ പേരൻസ് ഗൾഫിലാണെങ്കിൽ പോലും ആ കുട്ടികൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കമുള്ള കിട്ടും. ഹിന്ദു കുട്ടിക്ക് കിട്ടത്തില്ല. അവിടെ തന്നെ ആ കൂടെ ഇരിക്കുന്ന ഹിന്ദു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അവൻ്റെ അച്ഛനും അമ്മയും ഗൾഫിലാണ്, എൻ്റെ അച്ഛൻ ലോട്ടറി വിൽക്കുന്നവരാ, എനിക്ക് ഫീസ് ആനുകൂല്യം ഇല്ല, എനിക്ക് സ്കോളർഷിപ്പ് ഇല്ല. സിറ്റുവേഷനാണ്. അത് മുസ്ലിം ആയതുകൊണ്ടല്ല സാറേ, അത് എന്താണെങ്കിലും അവിടെ ഒരു മുസ്ലിം സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷേ സ്കോളർഷിപ്പ് ഇപ്പോൾ ഇവർക്കുണ്ട്. KPCR കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ പകുതിയേ ഉള്ളൂ. അതൊക്കെ അനോമലീസ് പരിഹരിക്കില്ല. പകുതിയേ ഉള്ളൂ എന്ന് മാത്രമല്ല, മുസ്ലിം കുട്ടികൾക്ക് കിട്ടുന്നതിന്റെ പകുതിയിൽ താഴെയേ ഉള്ളൂ. മാത്രമല്ല, അത് കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസ് മുതൽ കയറി ഇറങ്ങണം. മറ്റതിനത് വേണ്ട. വെള്ള പേപ്പറിൽ ഒരു സത്യവാങ്മൂലം രക്ഷിതാവ് എഴുതി കൊടുത്താൽ മതി, ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണെന്ന് എഴുതി കൊടുത്താൽ. അല്ല, ഇത്തരം അനോമലീസ് പരിഹരിക്കാൻ BJP ഗവൺമെന്റ് അല്ല ഏത് ഗവൺമെന്റ് ശ്രമിച്ചാലും അത് സാമൂഹ്യമായ സ്ഥിതി സമത്വത്തിന് അനിവാര്യമാണ്. ഇപ്പോൾ ഈ പലപ്പോഴും ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഗൾഫുകാർക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ, അവൻ്റെ കയ്യിൽ ഇവൻ്റെ വരുമാനത്തിന് രേഖയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ മോളിപ്പോഴും 2 ലക്ഷം രൂപയേ വരുമാനമുള്ളൂ എന്നൊരു വില്ലേജ് ഓഫീസർ എഴുതി തന്നാൽ എൻ്റെ മോൾക്ക് വലിയ സ്കോളർഷിപ്പ് കിട്ടും. അത് നിവൃത്തിയില്ല. മുസ്ലിം ആയതുകൊണ്ടല്ല, സാറും ഗൾഫിലാണെങ്കിൽ സാറും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പെട്ടുപോയി. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരുമായ ഗൾഫുകാർക്ക് ഇതിനൊന്നും കണക്കുണ്ടാവില്ലല്ലോ. പലപ്പോഴും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ അതിന്റെ പ്രൊസീജിയറിൽ വ്യത്യാസമുണ്ട്. മുസ്ലിം കുട്ടികളാണെങ്കിൽ വെള്ള പേപ്പറിൽ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി. ഹിന്ദു കുട്ടികൾ ഇത് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കണം. അല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പരിഹരിക്കണം. അല്ല, ഇത് കാലങ്ങളായി നിൽക്കുകയാണ്. കാലങ്ങളായി നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്കിടയിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു എലീറ്റ് ക്ലാസ് ആണെന്നുള്ള ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ ചർച്ചയിൽ അത്തരം അസമത്വങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 ജീവനക്കാർ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വിവേചനമുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. എൻ്റെ മക്കളും സാറിൻ്റെ മക്കളും പഠിക്കുമ്പോൾ ഒരേ സ്കൂളിൽ അവൻ പിറന്ന സ്കൂളിൽ മാത്രമല്ല, എന്തെല്ലാം നമുക്ക് നോക്കൂ, മദ്രസകളിലെ അധ്യാപകരുടെ കാര്യം നോക്കൂ, എന്തെല്ലാം ആനുകൂല്യം. അവിടുത്തെ മദ്രസ അധ്യാപകർക്ക് സ്ത്രീകൾക്ക് പ്രസവാവധി വരെയുണ്ട്. എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ട്. ശവസംസ്കാരത്തിന് അതാത് മഹല്ലുകളല്ല ശമ്പളം കൊടുക്കണത്. പരിശോധിക്കേണ്ടതാണ്. ഇല്ലില്ല, സർക്കാരിന്റെ ക്ഷേമനിധിയുടെ കാര്യം പറഞ്ഞത്. ക്ഷേമനിധിയിൽ 50 രൂപയാണ് അടയ്ക്കുന്നത്. മാസം അടയ്ക്കുന്നത് 50 രൂപയാണ്. എത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത്? എല്ലാ ക്ഷേമനിധികൾക്കും ഇല്ല. എല്ലാ ക്ഷേമനിധി 50 രൂപയല്ല. ക്ഷേമനിധികളിൽ ഈ മദ്രസ അധ്യാപക ക്ഷേമനിധി മറ്റ് ക്ഷേമനിധികളെക്കാളും മെച്ചപ്പെട്ടതാണ്. ആണോ? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത്തരത്തിലുള്ള വിവേചനങ്ങൾ പൗരാവകാശങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് ഏത് ഗവൺമെൻറ്റും കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്ക് സാറ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് സ്പെസിഫിക് എക്സാമ്പിൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറയുന്ന അത്തരം വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. അതിപ്പോൾ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അവസാനിപ്പിച്ചാലും ആരും അതിനെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല.
ഇതിപ്പോൾ ഈ ചർച്ച നമ്മളിപ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ അല്ല, ഞാൻ ഈ വിഷയങ്ങൾ എടുത്തിട്ട് മോദി മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ് ഹിന്ദുക്കൾ എന്നുള്ള, താഴ്ന്നവരാണെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ആ സാമൂഹ്യ അവസ്ഥ മാറ്റണമെന്നാണ് തീർച്ചയായിട്ടും. ആ സാമൂഹ്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അത് BJP ചെയ്യുകയും വേണം, അത് ചെയ്യാനുള്ളതാണ് BJP. അങ്ങനെ ഒരു BJP അധികാരത്തിൽ വരുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ ഈ ഹിന്ദുവിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ ഈ ഹിന്ദുവിനേക്കാൾ മുന്തിയ പൗരന്മാരായി ഈ മുസ്ലിങ്ങൾ പരിഗണിക്കപ്പെടും. അത് ആ അർത്ഥത്തിലൊന്നും അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ BJP എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഹിന്ദുവിൻ്റെ ഈ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമായിരുന്നു? കോൺഗ്രസ് പറയുമായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുമായിരുന്നു? അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒരു കാലത്ത് ഇതെല്ലാം പരിഗണിച്ചിരുന്നു. അത് ഇടക്കാലത്ത്, അത് എനിക്ക് തോന്നുന്നു അണ്ടിയോ മാങ്ങയോ മൂത്തതെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് അതിൻ്റെ ആത്മാവ് ഈ പറഞ്ഞ ഈ ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ വളരെ ഇൻക്ലൂസീവായ വിശാലമായ ഭാരതീയ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ ഉൾപ്പെടെ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോയൊരു പാരമ്പര്യം. മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ റോൾ മോഡൽ എന്ന് ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും. ആ ഗാന്ധിയെ തള്ളിക്കറഞ്ഞ കോൺഗ്രസിൻ്റെ ആത്മാവിനെയാണ് കളഞ്ഞത്. അത് പിൽക്കാലത്ത് വന്ന് രാഹുൽ ഗാന്ധിയുടെ ഒടുവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, പല ടോക്കിലും നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളാണ്, വി ആർ ദ ഹിന്ദുസ്, യു ആർ നോട്ട് എന്ന് പറയാൻ. സത്യത്തിൽ ഹിന്ദുവിൻ്റെ രക്ഷ നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾ ഏറ്റെടുക്കും. എപ്പോഴെങ്കിലും ഞങ്ങൾ ഭരിച്ച കാലത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. എന്നിട്ട് ഹിന്ദുവിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സകല മനുഷ്യരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് എത്തണം. എത്താത്ത കാലത്തോളം അവർ ചെയ്യുന്ന പണി എന്താ അറിയോ സാറേ? ഈ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ പരന്നിരിക്കുന്ന ഭീതി, നരേന്ദ്രമോദിയുടെ ഈ അടിസ്ഥാന രാഷ്ട്രീയ കാരണങ്ങളാൽ നരേന്ദ്രമോദിയുടെ ഭരണവും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനും ചേർന്നുണ്ടാക്കിയ ഭീതി, ഇത് മുതലെടുത്തിട്ട് ഇവരുടെ വോട്ട് നേടിക്കളയാമെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനോട് അവരെ സഹോദരങ്ങളായിട്ട് കാണുകയും വിശ്വാസത്തിലെടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ഈ സംസ്കാരത്തെ, സാർ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഇന്ത്യൻ സംസ്കാരം ആദ്യമായി ഉയർത്തിപ്പിടിച്ച് ലോകമൊട്ടാകെ രാമായണ സമ്മേളനങ്ങൾ നടത്തിയത് അന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ബീജത്തിൽ പോലും ഇല്ല. ആരാന്നറിയോ? റാം മനോഹർ ലോഹിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്. ആ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇന്ന് എവിടെയാണ്? അവർക്കിപ്പോൾ ന്യൂനപക്ഷ വോട്ട് 4 എങ്ങനെ കിട്ടുമെന്നാണ് അവർ ആലോചിക്കുന്നത്. മറിച്ചാണ് ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ ഉണരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ നരേന്ദ്രമോദി എന്ത് പറഞ്ഞ അധികാരത്തിൽ വന്നാലും എപ്പോഴെങ്കിലും പൗരാവകാശങ്ങൾക്ക് നിരക്കാത്തതോ ഭരണഘടനയ്ക്ക് നിരക്കാത്തതോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നേരിടാനും അതിനെ ചെറുക്കാനും എന്തെല്ലാം വഴികളുണ്ട്. നമ്മളിതുപോലെ സംവാദങ്ങൾ നടത്താം, പാർലമെൻ്ററി ഡിബേറ്റ് നടത്താം, കോടതികളെ സമീപിക്കാം, ഭരണഘടനാദത്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താം. അതിനൊക്കെയുള്ള വഴിയുണ്ട്. അതിന് കാത്തിരിക്കുക, വേറൊന്നുമില്ല. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, അവരുടെ ആത്മാവ് അതാണ്, അവരുടെ രാഷ്ട്രീയം അതാണ്. ഹിന്ദുവിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പറയാൻ പിന്നെ ഇവിടുന്ന് സലാഹുദ്ദീൻ ഒവൈസി അല്ല, ഈ തൽക്കാലം അവരത് ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ ഒരു അജണ്ട ഹിന്ദുവിൻ്റെ മനസ്സിൽ, ഇങ്ങനൊരു സെൻറ്റിമെൻറ്റ്സ് ഹിന്ദുവിനുണ്ട് എന്ന് ഉണർത്തിയെടുക്കുകയും അത് വോട്ടാക്കി മാറ്റുകയും ചെയ്തതാണ് BJPയുടെ രാഷ്ട്രീയ കല. അത് ആ കലാതന്ത്രം വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ വല്ലപ്പോഴും ഏതെങ്കിലും അമ്പലത്തിൽ പോയി കുങ്കുമക്കൂറി തൊട്ടിട്ട് ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും അതുകൂടി ചർച്ച ചെയ്യേണ്ടത്. അല്ല, പക്ഷേ മറ്റൊന്നുകൂടി, ഇപ്പോൾ 3ാം ഘട്ടം കഴിഞ്ഞു, 4ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. മാഷിക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ മോദി വരില്ല എന്ന്? മോദി അധികാരത്തിൽ വരില്ല എന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും തോന്നിയിട്ടില്ല. മോദി അല്ലാതെ മറ്റൊരാൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാനുമില്ല. പിന്നെ മോദിയുടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴല്ല. എനിക്ക് ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ചില ചലനങ്ങൾ, ഇപ്പോൾ ഈ നമ്മുടെ തെലുങ്കാന, ആന്ധ്ര, ഒഡീഷ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഹരിയാന തുടങ്ങിയ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റ് പറയില്ലേ, ഈ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബംഗാൾ പിടിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ഞാൻ കഴിഞ്ഞ 2-3 ഇലക്ഷൻ ആയിട്ട് തീവ്ര യത്നം നടത്തുന്നുണ്ട് BJP. അവിടെ എന്ത് മുന്നേറ്റം നടത്താൻ പറ്റും തുടങ്ങിയ വിഷയത്തിലും ആന്ധ്രയിലും പറഞ്ഞു കേൾക്കുന്നത്, അവിടുത്തെ ധാരണ എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിയമസഭയിലേക്ക് അവിടുത്തെ പ്രാദേശിക പാർട്ടി, പാർലമെന്റിലേക്ക് ഞങ്ങൾ. ഈ ധാരണ BJD-യുമായിട്ട്, അതായത് ബിജു ജനതാദളുമായിട്ട് മുന്നണി അല്ലെങ്കിൽ പോലും അങ്ങനെ ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് BJD വരട്ടെ. ഞാൻ പറയുന്നത്, അല്ല, ഞാൻ എൻ്റെ ധാരണയിൽ എത്തിയത് ഇങ്ങനെയാണ്. ഞാൻ പറയാം, എൻ്റെ നിരീക്ഷണം ഇങ്ങനെയാണ്. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ 400 സീറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ 534 സീറ്റാണ് പാർലമെൻറ്റിൽ, ലോക്സഭയിലുള്ളത്. അതിൽ 130 സീറ്റ് ഈ സൗത്ത് ഇന്ത്യയിലാണ്.
അപ്പോൾ ഇവിടെ നിന്നൊന്നും കാര്യമായി പ്രതീക്ഷിക്കാൻ പാടില്ല. പിന്നെ അവശേഷിക്കുന്ന സീറ്റുകൾ മൊത്തം 400ആണ്. ആ 400 മൊത്തവും ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ 400 ഏറിയും കുറഞ്ഞും 400 മൊത്തവും ഞങ്ങൾക്ക് കിട്ടും. സൗത്ത് ഇന്ത്യയിൽ ഒന്നും കിട്ടില്ല എന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ കിട്ടില്ല, എന്നാലും നാമമാത്രമായി. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തായാലും കൂട്ടിക്കോളൂ. ഇപ്പം 130 BJP ആണ്. ആയിക്കോട്ടെ, 139 സീറ്റ് എന്ന് പറയുന്നതിൽ ഇനി 39 കൂട്ടിക്കോളൂ. 39 അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ. സൗത്ത് ഇന്ത്യൻ ഞാൻ പറഞ്ഞത് കാണാലോ. BJPയുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 5 സംസ്ഥാനങ്ങൾ ആണ് BJP കണക്ക് കൂട്ടുന്നത്. 60+ സാധ്യതയില്ല, കുറവാണ്. നമുക്ക് നോക്കാം തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ബാക്കി 400 ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെ കിട്ടണം. ഞാൻ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തട്ടിമുട്ടി തിരിഞ്ഞ് ഇലക്ഷൻ ആകുമ്പോൾ ഇലക്ഷനോട് ഏതാണ്ട് അടുത്ത് വരും തോറും എത്ര സീറ്റ് കിട്ടും മാർഷന്റെ നിരീക്ഷണത്തിൽ? എവിടെ BJPക്ക് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 303 +or-10 അങ്ങനെയൊക്കെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഒന്നുകിൽ ഒരു 313 അല്ലെങ്കിൽ ഒരു മീൻസ് 300 സീറ്റ് മിനിമം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമേ ഇപ്പോൾ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ സ്റ്റേറ്റുകളുടെ ഒരു ഓവർവ്യൂ നോക്കുമ്പോൾ നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊന്നും അത്ര ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ മോദിയെ എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ ജനം കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യല്ലേ? അങ്ങനെ ഒരു വികാരമല്ല സർ വർക്ക്. അല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? പോളിംഗ് കുറയുകയാണ് ചെയ്യേണ്ടത്. അല്ല, പോളിങ്ങിനെ ബാധിച്ചത് അതുകൊണ്ടൊന്നുമല്ല. പോളിങ്ങിനെ ബാധിച്ചതിൻ്റെ ഒരുപാട് കാരണം, സൗത്ത് ഇന്ത്യയിൽ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉഷ്ണതരംഗമാണ്, അതിഭീകരമായ ചൂടാണ്. പിന്നെ ഏകപക്ഷീയമായ ഇലക്ഷൻ എന്നുള്ള അത് ഒരു ഘടകമാണ് കേട്ടോ, പ്രധാനപ്പെട്ട. വോട്ട് ചെയ്യുന്നു എന്ത് വന്നാലും അത് പ്രശ്നമുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ പലരും ദൂരെയുള്ള പലരും വോട്ട് ചെയ്യാൻ വരാറില്ല. എൻ്റെ മക്കൾ 3 പേരും ചെയ്തില്ല. അതിന് അവർ പറഞ്ഞ കാരണം എന്താ നമ്മൾ വന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, അതെ, അവിടെ ബഷീർ സാഹിബ് ജയിച്ചു പോകും, അങ്ങനെ വിചാരിക്കുന്നത്. അത് ഹിന്ദി ബെൽറ്റിൽ ഇത് വലിയ തോതിൽ BJP സ്ട്രോങ് ഹോൾഡിൽ ബാധിക്കുന്നുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ന്യൂ ജനറേഷനിൽ ഈ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണമുണ്ട്, അതുണ്ട്. അത് ഞാൻ വേറൊന്നുമല്ല. ഇപ്പോൾ ആളുകൾ വേറിട്ടൊരു കൾച്ചർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഈ അഴിമതി വിരുദ്ധമായ ഒരു പുതിയ കമ്മ്യൂണിറ്റിയെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ അവർക്ക് വ്യത്യസ്തത കാണുന്നില്ല. സാധാരണ ഇതിൽ അവരുടെ മുമ്പിലുള്ള രാഷ്ട്രീയ മാതൃകകളെങ്കിലും വല്ലതും ഈ സംശുദ്ധമായ മാതൃകകൾ പൊതുജീവിതത്തിൽ കുറവാണ്. അതിൻ്റെ ഒരു പിന്നോക്കം പോക്ക് നമ്മുടെ ഈ പുതിയ തലമുറയിലുണ്ട്. വേറൊന്ന്, കേരളത്തിലെ വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ ആളുകൾ BJPയെ ഇപ്പോഴും ഒന്നാം നിലയിൽ പരിഗണിച്ചിട്ടില്ല. മിക്ക മണ്ഡലങ്ങൾ അറിയാലോ, ഇപ്പോൾ കൂടി വന്ന 1, 2, 3 മണ്ഡലങ്ങളല്ലാതെ. അപ്പോൾ എന്താ സംഭവം, UDF LDFും ലോക്സഭയിലേക്കാണ് പോകുന്നത്. പോയിട്ട് എന്ത് ചെയ്യാനാ? ആർക്ക് വോട്ട് ചെയ്താലും കണക്കാണ്. എന്നാൽ വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ തീരുമാനിച്ചവരുണ്ട് നല്ലൊരു ശതമാനം. അല്ലാതെ പോളിംഗ് ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് അങ്ങനെ ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ ആളുകൾക്ക് ദിവാസ്വപ്നം കാണാൻ അവസരം കൊടുക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നമുക്കറിയാലോ ഇവരുടെ ഒരു അടിസ്ഥാന സ്വഭാവം. പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറിട്ടൊരു കളി. നോർത്ത് ഇന്ത്യയിലെ യഥാർത്ഥ ചിത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. അവരൊരു പക്ഷേ അവരുടെ ഈ കഴുത കരഞ്ഞു തീർക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു അത് തന്നെ. പക്ഷേ അവസാനത്തെ വരിയിലെങ്കിലും ഉള്ളത് പറഞ്ഞും പോകും. അങ്ങനെയൊക്കെ അറിയാതെ പറഞ്ഞു പോകും. ഓക്കെ സാർ, എന്തായാലും കാണാം, നമുക്ക് നോക്കിയിട്ട് കാണാം.